ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് നേരെ 3 മണി വരെ ഉള്ളൂ കേട്ടോ ഡ്യൂട്ടി. നേരെ ഞാൻ ബസ്സിൽ കയറി പോകാനായിട്ട് പോവാണ്. ബസ് സ്റ്റാൻഡ് എത്തണമെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടക്കാം. സ്പെഷ്യൽ തിങ്സ് നമ്മളുടെ എല്ലാ ദിവസവും നടക്കാറുണ്ട്. സോ നമ്മൾ നടക്കുന്നു. നല്ല വെയിലായതുകൊണ്ട് മാത്രമാണ് ഈ തൊപ്പി വെച്ചിരിക്കുന്നത്. സോ നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തുമ്പോൾ അതിനുശേഷം നമ്മൾ ബസ്സിൽ കയറുന്നു ഒന്ന് നിൽക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇതിലാണെങ്കിൽ ഇതിലപ്പുറം വെയിലാണെന്നാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എത്തുന്നത്, നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടിലാണ്. ശരിക്കും എവിടെയാണ് വെയിൽ? എല്ലായിടത്തും ഒരേപോലെ തന്നെ. പാലക്കാടൊന്നും പോകാൻ വേണ്ടി എൻ്റെ പാലക്കാട് പോയിട്ട് നല്ല വെയിലാന്ന് പറഞ്ഞു. പുറത്തോടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം, ആരുടെ ലിഫ്റ്റ് ചോദിച്ചാൽ പോകുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ പകൽ വന്നപ്പോഴത്തേന് എനിക്ക് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് ക്രോസ് ചെയ്യണം ഫസ്റ്റ്. എൻ്റെ വലത്തെ സൈഡിൽ കൂടെ അയ്യോ അത് എന്നെ തൊട്ട് പോയിട്ട് നമുക്കത് എടുത്ത് കൊടുക്കാം. ക്യാച്ച് ചെയ്ത് കൊടുത്തത് അതൊത്തി. ഇവിടുത്തെ വെയിലും കാറ്റും കാരണം നേരെ കാറിന് പുറത്തോട്ട് കൈ കൊടുത്താൽ മതിയായിരുന്നു. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര ചാൻസ്. പക്ഷെ കുറച്ചുകൂടെ നാളെ നമുക്കൊന്ന് പോവാം. ഇന്ന് ഞാൻ ലിഫ്റ്റ് ചോദിക്കുന്നില്ല. ചോദിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇന്ന് സുഖിക്കാനും മതിയാകും. നല്ല വെയിലുണ്ട് ഗൈസ്. പൊതുവെ ഞാൻ ഒരു തൊപ്പിയും വെച്ച് ഷോൾ ഇട്ട് പൊടിഞ്ഞാ പോകുന്നു. അങ്ങനെ ഷോൾ എടുക്കാൻ പറഞ്ഞു. ഗൈസ് ഫുൾ കാറാ വരുന്നത്. കാറ് മനുഷ്യരെ വരുന്നുള്ളൂ. ബൈക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും സെറ്റോ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയുള്ള ബൈക്സൊക്കെ പോകുന്നത്. നമ്മൾ ചാടിക്കയറി അവരുടെ വണ്ടി കയറുന്നത് മോശം. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർ നിർത്തത്തില്ലതേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ നടന്ന് തേയിലും കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് ചെല്ലാം. ഞായറാഴ്ചയായിട്ട് 3 മണി വരെ ഉള്ള ഞാൻ ആൾക്ക് പറഞ്ഞു. പക്ഷെ 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്തോ ചെയ്യാനോ, ഓണമെന്നൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കൊക്കെ പോകാം. പക്ഷെ ഒരു വൈബ് കിട്ടുന്നില്ല. ഇന്ന് പോകും. എനിക്ക് സിനിമയൊക്കെ ഉണ്ടെന്ന് വെച്ച് പോകാൻ നോക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളെല്ലാം കണ്ടു. ഇനിയിപ്പം സിനിമ കാണാനായിട്ട് പോകുന്നു. ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്. അവിടെ പറ്റുവാണെങ്കിൽ പോകണം. പിന്നെ കുറച്ചെൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ചേട്ടന്മാരൊക്കെ നോക്കുന്നു. ഫോണിലൊക്കെ കപ്പാൻ നല്ല വഴക്കുള്ള ആളൊക്കെ ഓർത്ത് കേട്ടില്ല. അവരങ്ങനെ പലതും വിചാരിക്കണമല്ലോ. ഈ നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഫോണും പൊക്കി പിടിച്ചിട്ട് ഈ കൊച്ചെന്നെ ഈ പറഞ്ഞോണ്ട് പോകുന്നത് എന്നായിരിക്കും അവർ വിചാരിച്ചോണ്ടിരിക്കുന്നത്. സ്വാഭാവികം. ഇതിലൊന്നും എത്തിയിട്ടില്ല ഗൈസ്. ഇനി ഒത്തിരി നടക്കാനുണ്ട്. 2 കിലോമീറ്റർ 1.3 കിലോമീറ്റർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഗൈസ്, കരിമ്പ് ജ്യൂസ്, കരിമ്പ് ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ് എല്ലാം കിട്ടും ഇവിടെ. മുസമ്പി എനിക്ക് ഇഷ്ടമല്ല. അതിനപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും. നമുക്ക് ക്രോസ് ചെയ്യണം ഗൈസ്. നമ്മുടെ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് എത്താൻ കുറച്ചും കൂടെ നടക്കാനുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു വാട്ടർമെലൺ പൈനാപ്പിൾ ജ്യൂസ്. അതേ മുസമ്പി ആണല്ലോ അവിടെ ഫുള്ള്. പൈനാപ്പിൾ ഉണ്ടോ അവിടെ? അതാണ് ഉള്ളതായിരുന്നു. യെസ് ഗൈസ്, അവിടെ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. 15 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് ബസ്സൊക്കെ വരുന്നത്. എപ്പോഴും വരും. അടുത്ത പൈനാപ്പിൾ. ഓ, ഇവിടെ നിന്ന് എനിക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നു. പറ്റില്ല ക്രോസ് ചെയ്യാം. ബി കെയർഫുൾ. ഞാൻ റോഡിലോട്ട് ഫോക്കസ് ചെയ്യട്ടെ ഗൈസ്. പോലീസ് പോകുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയും ചെയ്യണം. അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അങ്ങോട്ട് പോയി വരും. ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. പൈനാപ്പിൾ ജ്യൂസ് ಬೇಡ ಮುಸಂಬಿ
കുഴപ്പമില്ല, പച്ചയാണ്, പൈനാപ്പിൾ ഫുൾ പച്ചയാണ്. അതുകൊണ്ട് എനിക്ക് മുസമ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം കണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഗൈസ്. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മൾ നല്ല ടയേർഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. നമുക്ക് ഇതിന് കുടിച്ചു നോക്കാം. കേട്ടോ, ജ്യൂസൊക്കെ കുറിച്ച് നമുക്കിനി ക്രോസ് ചെയ്ത് അപ്പുറത്ത് വരാം. അത് നിങ്ങളെ പിന്നെ കാണിക്കും ഗൈസ്. ഞാൻ ക്രോസ് ചെയ്യട്ടെ, കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഫോൺ ബുക്ക് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പടമായി കിടക്കും. സോ ഞാൻ അവിടെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് തിരിച്ചു വരാം ഗൈസ്. അതാണ് ബസ് സ്റ്റാൻഡ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ആയിരിക്കും. പോലീസൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിരിക്കും. ഇവിടെയാണ് ബസ് നിർത്തുന്നത്. വരൂ, അവിടെ ബസ് വരിക. ഇങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി ഗൈസ്. നമുക്കിനി നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകത്തില്ല. നമുക്ക് 2 ബസ് കയറുന്നുണ്ട്. നമ്മൾ ആദ്യമേ ഇപ്പത്തും ആ ഒരു സ്ഥലത്ത് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ബസ് കയറിയാണ് നമ്മുടെ സ്ഥലത്ത്. അവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വീഡിയോ. അവിടെ ചെന്ന് കാണാം. എൻ്റെ ഈ സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്റ്റോപ്പിൽ കൂടി ഇല്ലാതെ നിങ്ങൾ പരിചയമാണെങ്കിൽ പോകുന്നുണ്ട്. അത് മഴ പോലും ഇല്ലെങ്കിൽ നിൽക്കാനായിട്ട് ബസ് എപ്പോൾ വരുമോ എന്തോ. കോപ്പൊക്കെയാണോ എൻ്റെ ദൈവമേ. അപ്പുറത്തേക്ക് തന്നെ പോയാൽ മതിയായത്. കരിയൂലോ ദൈവമേ. അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ട്.